ഹായ് ഡിയേഴ്സ്, ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പരിപ്പ് കറി മാത്രമല്ല, ഒരു മെഴുക്ക് വരട്ടി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് നല്ല ബീട്രൂട്ട് വെച്ചിട്ടാണ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ബീട്രൂട്ട് കഴിക്കാത്തവർ പോലും കഴിക്കും കേട്ടോ, അത്ര നല്ല ടേസ്റ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കാദ്യം പരിപ്പ് കറി ഉണ്ടാക്കാം. പരിപ്പ് കറി ഉണ്ടാക്കാൻ ഒരു കുക്കറിന് എടുക്കാം. അതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 2 ഗ്ലാസ് അളവിൽ മൂങ് ദാൽ ചേർത്ത് കൊടുക്കാം. മൂങ് ദാൽ ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ആ സ്മെല്ലൊന്ന് മാറണം. ഇങ്ങനെ വെക്കുമ്പോൾ പരിപ്പിന് നല്ല ടേസ്റ്റാണ്. പരിപ്പ് കറിക്ക് നല്ല ടേസ്റ്റാണ് കിട്ടുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന ടൈമിൽ നമുക്ക് അരമുറി തേങ്ങ എടുക്കാം. അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരമുറി തേങ്ങയും കൂടെ 1/4 ടീസ്പൂൺ അളവിൽ ജീരകം, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഇതും കൂടി ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ച് മാറ്റി വെക്കാം. നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ. തേങ്ങ നല്ല രീതിയിൽ നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കുക. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മളുടെ പരിപ്പ് വേകുന്നുണ്ട്. ഒരു 2 വിസിൽ വന്നാൽ മതിയാകും. 2 വിസിലിൽ പരിപ്പ് വെന്തിരിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് ചട്ടിയിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മളുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല, പാകത്തിന് വെള്ളമാണ് ഒഴിച്ചിരുന്നത്. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പരിപ്പെല്ലാം വെന്തിട്ടുണ്ട്. ഇത് ഇളക്കുമ്പോൾ തന്നെ പരിപ്പെല്ലാം നല്ല മിക്സ് ആയിക്കൊള്ളും. ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ശകലം വെള്ളം കൂടിയിട്ട് നിൽക്കണം കേട്ടോ. തണുക്കുമ്പോൾ ഇത് കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരു ശകലം വെള്ളം കൂട്ടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോറിൽ ഒഴിക്കുന്ന ടൈമിൽ കറക്റ്റ് ആ കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റായിരിക്കും. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് തിളയ്ക്കരുത് കേട്ടോ, തിളപ്പിക്കരുത്. ആ പച്ചമണം ഒന്ന് മാറത്തക്ക രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. നമ്മളുടെ സ്വാദിഷ്ടമായ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണ്. ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഓണത്തിന് ഈ രീതിയിലുള്ള പരിപ്പ് കറി ഒന്ന് വെച്ച് നോക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഈ ബീട്രൂട്ട് മെഴുക്ക് വരട്ടിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാത്തവർ പോലും കഴിക്കും, അത്ര നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനിയും ഞാനൊരു 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞതാണ്. അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് നേരം എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ആ ബീട്രൂട്ടിൻ്റെ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ എന്താ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് നേരം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഒരു സവോളയും 2 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. 2 or 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. സവോള നൈസായിട്ടൊന്നുമല്ല, കുറച്ച് കട്ടിയിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കില്ല. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അടിയിലൊന്നും പിടിക്കില്ല. നമ്മൾ എണ്ണ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. എങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ സൈഡും നമുക്ക് നല്ല രീതിയിൽ തന്നെ മൂപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ മാക്സിമം ഇത് വേവിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് പാകമായിട്ട് വരുമ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ ചതച്ച് വെച്ച കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചതച്ച് വെച്ച കുരുമുളക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. അപ്പം നമ്മളുടെ മെഴുക്ക് വരട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുരുമുളകും കൂടി ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ബീട്രൂട്ട് മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നുണ്ടാക്കിയ പരിപ്പ് കറിയും മെഴുക്ക് വരട്ടിയും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.